വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 7. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിനൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ബർത്ത്ഡേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോടെയാണ്, ആക്ടർ ടോവിനോട് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആൾക്കൊരു വിഷയമായിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടോവിനോ തോമസ്. അപ്പോൾ എനിക്ക് തോന്നിച്ച് ഞാൻ ആളുടെ ഒരു പടങ്ങൾ ഒന്ന് നമുക്കൊരു റീവിസ്റ്റും കൂടി നടത്താന്നുള്ളൊരു പ്ലാനാണ് വന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ വെറുതെ ആളുടെ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കി. അപ്പോൾ അതിലേക്ക് കിടക്കണതിന് മുമ്പ് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലൂരാണ്, പുള്ളി ഇരിഞ്ഞാലക്കുട എടുത്താണ്. ആദ്യം ദൂരമൊന്നുമില്ല. അപ്പൊ പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ നമ്മ ഇരിഞ്ഞാലക്കൂടെ എപ്പോ പോയാലും പുള്ളിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോകും. ഞാന് ഇപ്പൊ നിന്നായിട്ടാണെങ്കിലും ആരായിട്ടാണെങ്കിലും അവിടെ എത്തുമ്പോ ഒരു ഡിവേഷൻ നമുക്ക് ആളെ വീടിന്റെ അതിലേ പോകേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് പോവാ. നാല് ഞാൻ അതിലേ പോകും ഇൻ കേസ് ഇനി കണ്ടാലും. അതാണ് ഇപ്പൊ ഞാനും നിന്റെ അടുത്ത് ചോദിക്കുമ്പോ ചിലപ്പോ ഇരിഞ്ഞാലക്കൂടെ നമ്മള് ക്രോസ് ചെയ്തെന്നൊക്കെ തോന്നുമ്പോ ചിലപ്പോ എനിക്ക് ടോവിനോടെ വീട് കഴിഞ്ഞോന്ന് ചോദിക്കാം. അപ്പൊ പറഞ്ഞാൽ നമുക്കിപ്പോ അതിനു മുമ്പ് ഫാമിലിയിലായിട്ട് പോകാൻ പറ്റില്ല, അവര് സമ്മതിക്കില്ല, എന്തിനാണ് ഈ വഴി എടുക്കണേ. അപ്പൊ പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ലെജൻഡ് എന്ന് പറഞ്ഞ ഒരാളുടെ ഇന്നസെന്റ് ആയിട്ടായിരുന്നു. അപ്പൊ പുള്ളി നമുക്ക് ഫസ്റ്റ് പറയാനുണ്ടായിരുന്ന ഒരു സിനിമ നടൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെലിബ്രിറ്റി ഇന്നസെന്റ് ആയിരുന്നു. ഇന്നസെന്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ജനറേഷൻ എന്നുള്ള രീതിയിൽ വന്ന ടോവിനോ. അപ്പോ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് മറ്റേ അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ടറാണ് ആള്. ടോവിനോടെ വീടിന്റെ ഫ്രണ്ട് ഒരു അങ്ങോട്ട് പോകുമ്പോ നമുക്ക് നോർമലായിട്ട് പോവാം, നേരെ പോവാ. തിരിച്ചു വരുമ്പോ പറ്റില്ല, എന്നാലും ഞാൻ പോലീസുകാരെന്നാ അറിയണ്ട പതുക്കെ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് മറ്റേ ആളുണ്ടോ നോക്കും. അതെന്തോ ഗേറ്റ് അടഞ്ഞിരിക്കണെങ്കിൽ ടോവിനോ വീട്ടിലുണ്ട്, മറ്റേ വീട്ടിലുണ്ടാവും. പക്ഷെ മറ്റേ നമ്മുടെ ഫ്രണ്ട്സ് ആരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മ സെൽഫി ഒക്കെ എടുക്കുന്ന ആളപ്പ സമ്മതിക്കും. അങ്ങനത്തെ അത്ര ഇങ്ങനെ എനിക്ക് തോന്നി ഭയങ്കര ഒരു ഇതുവരെ കാണാൻ പറ്റില്ല, നമ്മളെ തൃശ്ശൂർക്കാരായിട്ട് ഇതുവരെ കാണാൻ പറ്റില്ല. അപ്പൊ പക്ഷെ പക്ഷെ എന്താന്നറിയില്ല, നമ്മള് പോകുമ്പോ ആളുണ്ടാവാറില്ല. അപ്പൊ എനിക്ക് തോന്നിച്ചാ പുള്ളി നമുക്ക് അങ്ങനെ ഒരു അടുപ്പുണ്ട്. മീൻസ് നേരിട്ടല്ല, നമ്മുടെ നാട്ടായിരുന്നുള്ള സാധനം ഉണ്ട്. പിന്നെ ടോവിനോടെ വീടിനെ വലം വെക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളി അങ്ങനെ ഭയങ്കര പുള്ളിയുടെ ഒരു ബിഹേവിയർ ആണെങ്കിലും ഇന്റർവ്യൂ അങ്ങനത്തെ പരിപാടി എനിക്ക് ഭയങ്കര ഈഗുള്ളൊരു ആളൊന്നും അല്ല ആകണം. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പേഴ്സണലി അറിയില്ല എത്രത്തോളം അങ്ങനെ. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ആളൊരു എന്താ പറയുക, ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഫിലിമോഗ്രാഫി കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട്. അതിനു മുമ്പ് ഒരു പടം ഉണ്ട്, എന്തോ പ്രഭുവിന്റെ മക്കൾ എന്തോ പറഞ്ഞിട്ട്, അതാണെന്ന് തോന്നുന്നു ആളുടെ ഒരു ഫസ്റ്റ് ഒരു ലീഡ് റോൾ എന്തോ വരുന്ന ഒരു പടം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പുള്ളിയും ഫസ്റ്റ് പടം ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള പടം അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ശ്രദ്ധിക്കപ്പെട്ടാണ് ABCD. ഒരു ചെറിയ വില്ലനാണ്, പക്ഷെ എന്ന് വെച്ചാൽ ഭയങ്കര ക്രൂരത ഒന്നും ഇല്ലാത്ത ഒരു വില്ലനാണ്, പാവപ്പെട്ട ഒരു വില്ലൻ. മറ്റേ മന്ത്രിയൊക്കെയാണ്, എന്നാലും ഞാനൊരു പാവപ്പെട്ട വില്ലൻ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിക്കണം. പുള്ളിയും പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വീട്ടിലൊക്കെ സിനിമയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇതിന്റെ എന്തോ അഡ്വാൻസ് ഒന്നും കിട്ടിയ ചെക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിനി സിനിമ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞൊരു ആളൊരു ഇപ്പൊ നമ്മ ഡൗൺ ആവല്ലോ ചില സമയത്ത്. അപ്പൊ ഈ പുള്ളിയുടെ വീഡിയോ കാണും, എന്നുവെച്ചാ എല്ലായിടത്തും പരാജയം അങ്ങനത്തെ ഒരു ഇതിന്ന് ആള് സിനിമയ്ക്ക് എന്നുവെച്ചാൽ ആളെ വൈഫ് ഗേൾ ഫ്രണ്ട് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല, സിനിമയ്ക്ക് പറഞ്ഞ ഗേൾ ഫ്രണ്ട് പറഞ്ഞു നിനക്ക് സിനിമ പറ്റുമോ ഒന്ന് നോക്കിയോ. അപ്പൊ അത് അങ്ങനെയാണ് ആള്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ആള് ABCD കൂടി വന്ന് പിന്നെ ആള് ചെയ്യണത് 7th ഡേ ആണ്. 7th ഡേ നമ്മളൊരു ശ്യാംധർ ഓണറാണ്, ഫസ്റ്റത്തോടല്ലേ. അപ്പൊ അതില് വില്ലനായിട്ട് നല്ല ഒരു 3-4 പേര് ഗ്യാങ്ങിലുള്ള ഒരു ക്യാരക്ടർ, പക്ഷെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ക്യാരക്ടറാണ്. അപ്പൊ പക്ഷെ ഒരു സംഭവം കേട്ടുള്ളത് വെച്ചാൽ മെയിൻ ട്വിസ്റ്റ് ഉണ്ടല്ലോ, പൃഥ്വിരാജാണ്
വില്ലൻ എന്നുള്ള സംഭവം ആദ്യം ഉണ്ടായിരുന്നില്ല ആ പടത്തില്. ഞാൻ ശ്യാംധർ സാറിന് എന്തോ ഒരു ഇന്റർവ്യൂ കണ്ട, അപ്പൊ അതില് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ട്വിസ്റ്റിലേക്ക് ആ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അത്ര എഫക്റ്റ് ഉള്ള ഒരു ട്വിസ്റ്റിലേക്ക് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്യാങ്ങിന്റെ മാത്രമായിട്ട് ഒതുങ്ങി പോണ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിലും എനിക്ക് തോന്നുന്ന ടൊവിനോണെങ്കിലും തുടക്കകാലത്തുള്ള ഒരു പടമാണ് അത്. അപ്പൊ അത് പക്ഷെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള മോശം പറയാത്തൊരു സിനിമയാണ്. പിന്നെ വരണത് കൂതറയാണ്. അതില് ലാലേട്ടനുണ്ട് ഗസ്റ്റ് റോൾ. എന്തോ മെയിൻ റോൾ ഒരു 3 പേരില് മെയിൻ അതിലുള്ള ഒരു ക്യാരക്ടർ, മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. മറ്റേ അടിക്കടാന്ന് പറഞ്ഞ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ നല്ല രസമാണ്. ആള് നല്ല രീതിയിൽ ചെറിയ കോമഡി സാധനമാണെങ്കിലും പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വന്നാണ് യൂട്യൂബ് റൂട്ടസ്. അതൊക്കെ ഒരു കോമഡി ആളുടെ ഒരു തുടക്കം ആ സമയത്ത് ഇങ്ങനെ കയറി ഒരു ഗ്രോത്ത് കാണാൻ പറ്റുന്ന പടങ്ങളാണ്. മറ്റേ മസിൽ വെച്ചിട്ടുള്ള കുറച്ച് കോമഡി സാധനങ്ങള് ശ്രീനിവാസൻ സാറൊക്കെ ഉണ്ട് ആ പടത്തില്. അപ്പൊ അതൊരു എന്താ വെച്ചാൽ അങ്ങനത്തെ അതൊരു അതെന്നുവെച്ചാൽ ഇപ്പോഴും ഭയങ്കര ടൈംലെസ് ഇതാണ്. കാരണം എപ്പ വെച്ചാൽ ആളെ സിനിമ സംസാരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. സന്ദേശം ഇപ്പോഴും റീവാച്ചും ഇപ്പോഴും പ്രസക്തിയുള്ള ഒരു സാധനമാണ്. അപ്പൊ അത് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മറ്റേ പകരം വെക്കാനില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ടോവിനോയ്ക്കുള്ള സാധനം അങ്ങനത്തെ ആർട്ടിസ്റ്റിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ പടങ്ങളില്. പിന്നെ അതാണ് ഒരു വലിയൊരു ബ്രേക്ക് കിട്ടിയൊരു പടം. അതില് ആളോട് നമുക്കൊരു ഫസ്റ്റ് നമുക്ക് ദേഷ്യം തോന്നും. വെച്ചാല് മറ്റേ ഇവരുടെ ലവ് സ്റ്റോറിയാണല്ലോ പോണത്. ബാലയുടെ കൂടെ മറ്റേ എതിർക്കാൻ നിക്കണ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പാർവതിന് പെണ്ണാണാൻ വരുന്ന സീനിൽ ഒരുപാട് ഇഷ്ടം. വൺ സൈഡ് ലവിന്റെ ഒരു വേറൊരു വെർഷനാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മൊയ്തീന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള സാധനമുണ്ട്. നമുക്ക് ആളോട് ഒരു ഇഷ്ടം തോന്നുന്നു. അത് ഒരു ഒരു ആളുടെ പൃഥ്വിരാജ് പറഞ്ഞ ആളുടെ കരിയറിൽ ഒരു ബ്രേക്ക് കിട്ടാൻ പോണ ഒരു കഥാപാത്രമാണ് എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം പുള്ളി അതിൽ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അതൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പടങ്ങളുള്ളതുകൊണ്ട് ഓർമ്മ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണമെന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നണത് ഇതാണ് ചാർലിയാണ്. അതും ഒരു സപ്പോർട്ടിംഗ് റോള് പാർവതിയുടെ ബ്രദറായിട്ടാണ്. വലിയ എടുത്തു പറയാൻ തൊട്ടുമുമ്പത്തിൽ കാമുകനായിരുന്നു ബ്രദറായി. അപ്പൊ അതില് അത് ഭയങ്കരമായിട്ട് എടുത്തു പറയാവുന്ന ഒരു ഇതുള്ള പടമല്ല. എന്നാൽ പോലും ഒരു മോശം പറയാനില്ലാത്തൊരു ആൾക്ക് അങ്ങനെ വലുതായിട്ട് ചെയ്യാനൊന്നും ഉണ്ടായില്ല. ആള് കേറിയിട്ട് ഇങ്ങനെ ഒരു ഫെയിം ആവാൻ അല്ലെങ്കിൽ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഹീറോയ്ക്ക് എത്തണ മുമ്പ് ആൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും. കുറെ പടങ്ങൾ ചെയ്യേണ്ടി വരും, സൈഡ് റോൾ ചെയ്യേണ്ടി വരും, ചിലപ്പോ വില്ലൻ ചെയ്യേണ്ടി വരും, മോശം സിനിമകൾ ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റിലാണെങ്കിലും പാളിച്ചുള്ള സിനിമകളൊക്കെ ചെയ്യേണ്ടി മറ്റേ നിലനിൽക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് റോളുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു നല്ലൊരു ക്യാരക്ടർ ചാർലി. പിന്നെ സ്റ്റൈലാണ് ചാർലിയിലെ മറ്റേ സാധനം ക്ലൈമാക്സില് ഇത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണോന്ന് ചോദിക്കും. മറ്റേ മോഹം കഴുകുന്ന അതൊക്കെ നല്ല രസമുണ്ട്. ദുൽഖറിനായിട്ടുള്ള കോമ്പിനേഷൻ. പിന്നെ സ്റ്റൈലില് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ടോവിനോയാണ്. വില്ലനാണ് അതില് മറ്റേ എഡ്ഗർ വില്ലൻ എൻട്രി അടിപൊളിയായിരുന്നു. മറ്റേ കാറൊന്ന് ഡ്രിഫ്റ്റ് നിർത്തിയിട്ട് ബൈക്കിന്റെ ഇടയില് അത് രസമായിരുന്നു. അതൊരു എന്താ പറഞ്ഞാ ആ എൻട്രി അതേപോലെ എടുത്ത് മാറ്റി വെക്കാം. അത് അങ്ങനത്തെ ഒരു സാധനമാണ്. വെച്ചാല് ടോവിനോനോട് ഒരു മറ്റേലൊക്കെ ഒരു ഇഷ്ടം തോന്നും. ഒരു ഫാൻസം ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനം. ഇയാള് കൊള്ളാലോ എന്ന് തോന്നുന്ന സാധനമുണ്ട്. ആ കാറങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് മറ്റേ ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ടാണ് റിവീൽ ചെയ്യണത്. അത് നല്ല രസമാണ്. പിന്നെ പടം കഴിഞ്ഞിട്ട് പിന്നെ ആളെ ഭയങ്കര കോമഡി ആക്കി അത്രയും കൊണ്ടുവന്ന വില്ലനെ അതിൻ്റെതായിട്ടുള്ളൊരു ഇത് കൊടുത്തില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അവര്. പക്ഷെ അതിൽ മറ്റേ നമ്മുടെ കാറിന്റെ പോഡ്കാസ്റ്റ് പറഞ്ഞ പോലെ ആ കാറിന്റെ ഒരു സാധനം ഉണ്ട്. ആളുടെ എൻട്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആ പടത്തില്. പിന്നെ വരുന്ന പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പി. അത് എടുത്തു പറയേണ്ട ഒരു പടമാണ്. കാരണം പുള്ളിക്ക് ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നിന്റെ മൊയ്തീൻ പറഞ്ഞ പോലെ ഒരു മേജർ ഒരു ബ്രേക്ക് കിട്ടി. ഭയങ്കരമായിട്ട് ആളെ തിയേറ്റർ
ഫ്ലോപ്പ് ആണോന്ന് അറിയില്ല, പക്ഷെ അത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു സിനിമയാണ്, പക്ഷെ ഗംഭീര സിനിമയാണ്. ട്രെൻഡിങ് ആയിട്ട് അത്രയും താടി വെച്ചിട്ട് ആളൊരു ക്യാരക്ടറാണ്. മറ്റേ തേജസ് വർക്കി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ആണെങ്കിലും അത് ഒരു അടിപൊളി ഒരു ഗംഭീര പെർഫോമൻസ് ഉള്ള പടമാണ്. എനിക്കറിയില്ലല്ലോ അത് ഒരു കോമ്പിനേഷനും മറ്റേ എന്നിട്ടാണ് ബാക്കി 900 അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ നമ്മളെല്ലാരും ഇയാളൊരു എന്താ പറയാ ഒരു ക്രൂരനാണ് എല്ലാരോടും, അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ലാസ്റ്റ് അവനെ പയ്യനെ രക്ഷിച്ച് കൊണ്ടുപോകണം ഒക്കെ ടോവിനോണം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് കിട്ടിയ ഒരു പടമാണ്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു പടമാണ്. പിന്നെ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് റോൾ പോലത്തെ പരിപാടിയാണ് എസ്ത്ര ആണ് വരുന്നത് പടത്തിൽ തന്നെ. അത് പൃഥ്വിരാജ് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോളിക്ക് റോളിക്ക് വിളിച്ചപ്പോൾ പൃഥ്വിരാജ് ഡയറക്ടർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ റോളിനൊന്നും ടോവിനോനെ വിളിക്കരുത്, കാരണം ആള് ഹീറോ രീതിയിലേക്കുള്ളൊരു ആക്ടറാണ്. പിന്നെ ഇങ്ങനത്തെ റോള് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പോൾ പൃഥ്വിരാജിന്റെ അടുത്തുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് വന്ന് ചെയ്തായിരിക്കും, പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരാണ്. പുള്ളിക്ക് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് വാടകണം തോന്നിയത് പോലീസുകാരാണ്, കാരണം ഭയങ്കര ഫിറ്റാണ്. ആ മറ്റേ യൂണിഫോം ഇട്ട കറക്റ്റ് പക്കയാണ്, മറ്റേ മീശ വെച്ചിട്ട് താടി പഠിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് ആള്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് വലുതായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. ഒരു പടത്തിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്, പക്ഷെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടാണുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ക്യാരക്ടർ. പിന്നെ മേജർ ബ്രേക്ക് കിട്ടിയിട്ട് മെക്സിക്കൻ ഭാരതയാണ്. അത് പിന്നെ അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആളുടെ ഒരു സ്റ്റാർഡത്തേക്ക് ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത ഒരു സിനിമ മെക്സിക്കൻ ഭാരത. കാരണം ഒരു ട്രാൻസ്ജെൻഡറായി അത് കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് ഒരു പൊളിറ്റിക്സ് പറയുന്ന അതിന്റെ ഒരു ട്രെൻഡ് സെറ്റർ അയാള്. അതിനുശേഷമാണ് പിന്നെ ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റ്, പിന്നെ സഖാവ്, വിപ്ലവം, പ്രണയം, അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഒരു എന്താ പറയാ മറ്റേ എടുത്ത് അങ്ങനത്തെ ഒരു ലെഫ്റ്റ് സ്റ്റോറി പറയുന്നതില് ബെറ്റർ സിനിമയാണ്. ബെസ്റ്റ് സിനിമ CI ആണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവന്റെ മറ്റേ ഇതാണ് വേറെ നാട്ടിലേക്ക് ഒരു എന്താ പറയാ ഒരു നാട്ടിലേക്ക് നുഴഞ്ഞു കയറാന്നല്ല, ഒരു കിടക്കുക അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ സഖാവാണെങ്കിൽ ഒരു കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തിനെയാണ് വ്യക്തിക്ക് കൂടെയാണ് കമ്മ്യൂണിസം പറഞ്ഞു വന്നിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ. അത് മറ്റേ എബ്രാൻ സന്തളിത്തെ മമ്മൂക്കയുടെ ബ്രദർ ആൻസം പോൾ ആ പുള്ളി അതിലൊരു മറ്റേ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, ഒരു മറ്റേ സഖാക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ട സിനിമ. അപ്പൊ ആ ഒരു ട്രെൻഡിൽ വന്നതിൽ ബെസ്റ്റ് വെച്ചാൽ എനിക്ക് തിയേറ്ററിലാണെങ്കിലും ഭയങ്കരമായിട്ട് സക്സസ് കിട്ടിയൊരു സിനിമയാണ് മെക്സിക്കൻ ഭാരത. മഹാരാജന്റെ ഒരു പരിപാടി, അതും തുടക്കത്തിലൊരു ലവ് ട്രാക്ക് ഒക്കെ പിടിച്ച് പോയിട്ട് ഒരു പോയിന്റ്, പക്ഷെ ക്ലൈമാക്സ് ഒക്കെ വൻ രോമാഞ്ചാണ്. അപ്പൊ അത് വെച്ചാൽ ടോവിനോക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പത്തെ ഒരു സ്റ്റാർഡത്തേക്ക് ഭയങ്കരമായിട്ട് ആളെ റെക്കഗ്നൈസ് ചെയ്ത് നായകനായിട്ട് കുറെ പേര് ആൾ അംഗീകരിച്ച ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കും ഇയാൾക്ക് ഇതൊക്കെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ഫൈറ്റ് ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സാധനമായിരുന്നു. പിന്നെ നെക്സ്റ്റ് വരണത് ബേസിലിനായിരുന്നു ഗോദ. അത് രസമാണ്, അവരെ കോംബോ രസമാണ്. പിന്നെ എന്താ വെച്ചാല് എനിക്ക് തോന്നുന്നു അതൊരു ഫീമെയിൽ സെൻട്രിക് സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ സിനിമയിൽ പുള്ളിയുടെ ഒരു രസമുള്ള ക്യാരക്ടറാണ്, പക്ഷെ പടത്തിന്റെ അവസാനം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള എനിക്ക് തിരിച്ചു വരണം, അതൊരു മോട്ടിവേഷൻ. മറ്റേ ഇന്നലെ ആ പാട്ടൊക്കെ ആ ഒരു സാധനം ഉണ്ട്. അപ്പൊ പുള്ളിക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റേ അജു വർഗീസിന്റെ ഒപ്പം അങ്ങനത്തെ പിന്നെ മറ്റേ കാണിക്കാം. അതുപോലെ മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ വരുമ്പോ പാവട പോലത്തെ പാനൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കുറച്ച്. അപ്പൊ അങ്ങനെ അതും ഒരു ശ്രദ്ധിക്കപ്പെട്ട അത്യാവശ്യം നല്ല തിയേറ്റർ മറ്റേ പുറത്തു പോയിട്ട്. പക്ഷെ ആ സീനുണ്ടല്ലോ മറ്റേ ടോവിനോ പറയണ സീൻ, എങ്ങനെ കഴിക്കാൻ പറ്റും അത് പക്ഷെ പുള്ളി അതിനു മുമ്പ് ഈ കഴിക്കണ സാധനം പറയില്ലേ, അത് ഇങ്ങനെ എടുത്തിട്ട് അത്
ഒരു അപ്പൊ ബീഫ് കഴിക്കാം ബീഫ് അപ്പൊ നമുക്ക് വായിലുള്ള വരും. അത് ഒരു അതിനൊന്നര പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ തരംഗമാണ്. തരംഗം അത് മറ്റേ ലോകയുടെ ഡയറക്ടറിന്റെ ഡൊമിനിക്കാരുടെ ഫസ്റ്റത്തെ പടമാണ്. അപ്പൊ എന്ന് വെച്ചാൽ അത് തിയേറ്റർ സക്സസ് അല്ല, ഫ്ലോപ്പാണ്. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസന്റ് എന്ന് പറഞ്ഞ കുറച്ച് എക്സ്പെരിമെന്റൽ, കുറച്ചൊരു വ്യത്യാസമുള്ള ഉണ്ണിയുന്തനൊക്കെ വില്ലനായിട്ട് വരുന്ന ഒരു പടമാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ശ്രദ്ധിക്കപ്പെടാത്തൊരു എനിക്കും ഇത് കൊള്ളാലോ, കുറച്ച് വെറൈറ്റി ആണല്ലോ, സാധാരണ പോണ പരിപാടിയല്ലല്ലോ. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. കഥ പറച്ചിലിന്റെ പരിപാടികളാണെങ്കിലും മറ്റേ ഫസ്റ്റ് ദൈവത്തിനൊക്കെ ട്രോളിയിട്ട് കാണിക്കുന്നുണ്ട്, ദിലീഷ് ബോസനെ കാണിച്ചിട്ട്. അപ്പൊ അങ്ങനെ അതൊരു ഡിഫറൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നിച്ചാൽ പുള്ളി അങ്ങനത്തെ സാധനങ്ങളും ട്രൈ ചെയ്യും ഇടയ്ക്ക്. അപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ അല്ലെങ്കിലും ഇടയ്ക്ക് നല്ല ഫിലിം മേക്കേഴ്സിൻ്റെ കൂടെ ചെയ്യണ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതൊരു അതിൽ മറ്റേ നല്ലൊരു മറ്റേ ലവ് ട്രാക്ക് ഒരു സോങ്ങും ഉണ്ട്, മറ്റേ മിന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാട്ടുമുണ്ട്. അപ്പോൾ അത് ഒരു അത്യാവശ്യം ഡീസൻറ്റ് പടമായിരുന്നു എനിക്ക് തോന്നി. അത്യാവശ്യം മോശം പറയാനില്ലാത്തൊരു പടമാണ്. പിന്നെ ഒന്നതെന്ന് പറഞ്ഞാൽ മായാനദി അടിപൊളി പടം. എനിക്ക് തോന്നേ പുള്ളി കുറച്ചിങ്ങനെ സപ്പോർട്ടിന് വിളിയും, കുറച്ച് ഒന്ന് ഈ നായകൻ റോള് വന്നിട്ട് പിന്നെ നായകൻ റോള് ചിലപ്പോൾ ചില സാധനങ്ങൾ സൈഡായിരിക്കും. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധിക്കപ്പെടാത്ത സാധനങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മേജർ സാധനം വരും. മായാനദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കരിയറിൽ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അതില് മറ്റേ ഒന്ന് പോയി തരുമോ മാത്ത നാളെ വരാ അങ്ങനെ പറയുന്ന അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കുറവാണ്. അങ്ങനത്തെ എൻജോയ് നമുക്ക് സംഭവം ആ ക്യാരക്ടറിന്റെ ലൈഫിലെ മേജർ സിറ്റുവേഷൻ ആണ്. പക്ഷെ നമുക്ക് ചിരി വരും. പുള്ളി പറഞ്ഞേക്കും അന്നേ നാളെ വരാം. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം പുള്ളിയുടെ ക്യാരക്ടർ മരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വിഷമാവും. ആ ഒരു മലയാളത്തിൽ എനിക്ക് തോന്നുന്നില്ല ചില സമയത്ത് ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ സാധനം ഒരു മേജർ സമയത്താണ് അത് ഭയങ്കര ഇതായിട്ട് വരിക, ഹിറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വിജയമാണത്. ഇമോഷണൽ ആയിട്ടുള്ളത് ഭയങ്കര ഈ റോം കോം പരിപാടികൾ അല്ലാണ്ട് കൊണ്ട്. അപ്പൊ അതിലൊരു പടമാണ് മായാനദി. വെച്ചാൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു ലവ് സ്റ്റോറിയാണ് മായാനദി. പിന്നെ ആണ് മറഡോണ എനിക്ക് തോന്നുന്നു ഫ്ലഡിന്റെ മുമ്പ് ഫ്ലഡ് വരണതിന് മുമ്പ് എന്തോണ് റിലീസ് ആവണത്. അപ്പൊ അത് ഫ്ലഡിൽ മുങ്ങിപ്പോയി എന്ന് തോന്നുന്ന ഒരു സാധനമാണ്. പക്ഷെ മറ്റേ ഇത് ഓഫ് റോഡിന്റെ അത് മറ്റേ കേറണ ഒരു സീനും കൂടി ഉണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് നല്ല പാട്ടാണ്. അത് നല്ല സിനിമയുടെ ഭാഗമായി വളരെ മോശം സിനിമകൾ കുറവാണ്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, നല്ലത് എന്തെങ്കിലും പറയാനുണ്ടാവും. ഇപ്പൊ മറഡോണയിൽ കുറെ ഒരു പോയിന്റ് ചെയ്യുമ്പോ കൂടുതലും ഫ്ലാറ്റിലാണ് ഇയാള് ഈ ക്യാരക്ടർ രക്ഷപ്പെട്ടു പോണ ഒരു സംഭവമൊക്കെ ആയിട്ട്. പക്ഷെ അതൊരു നല്ല പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് തീവണ്ടിയാണ്. അത് എനിക്ക് പറഞ്ഞാല് ഫ്ലഡിന് ശേഷമാണ് റിലീസ് ആവുന്നത്. അതിന് മുമ്പ് ഒരു ഇതുണ്ടായില്ല, ആള് ഫ്ലഡിൽ വന്ന് മറ്റേ കൂടുതൽ സഹായിച്ചു. അപ്പൊ ആൾക്കൊരു ഇതുണ്ടായിരുന്നു, ഫെയിമിന് വേണ്ടി ചെയ്യുന്നതാണ്. പുള്ളി അത് ഭയങ്കര എന്താ പറയാ, ഇതിന് സിനിമ കാണാൻ വേണ്ടിട്ട് ചെയ്യണമെന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമാക്കാര് ഫസ്റ്റ് ഇറങ്ങണത് ടോവിനോന്നാണ്. ആ ഒരു ഇതുണ്ടായി, ആള് എന്തോ ഒരു 3/4 ബോക്സർ മറ്റേ അരിഞ്ചാക്ക മറ്റേ പഴക്കൊലയും ബിസ്ക്കറ്റിന്റെ ഇതൊക്കെ പിടിച്ചു പോണ്. പക്ഷെ എനിക്ക് തോന്നുന്ന പുള്ളി പറഞ്ഞ പുള്ളി നോക്കുമ്പോ പുള്ളിയുടെ ഒരു ഇത്ര ഡിസ്റ്റൻസിലുള്ള വീട്ടിലൊക്കെ ഈ റേഞ്ചിൽ വെള്ളം. അപ്പൊ നമ്മളെങ്ങനെയാണ് ഇറങ്ങാതിരിക്കണെന്നാണ് പുള്ളി ചോദിക്കണേ. അപ്പൊ അത് വെച്ചാ ഒരു വേണ്ട ക്വാളിറ്റിയാണ്. നമ്മുടെ കൂടെ ഉള്ളവരോടൊരു സെലിബ്രിറ്റി ആൾക്കാർ ഇറങ്ങേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞ. ആൾക്ക് വേണമെങ്കിൽ ആൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഫാമിലിനെ കൊണ്ട് മാറിയാൽ മതി ആളെ നാട്ടിൽ നിന്ന്. അപ്പൊ പക്ഷെ അത് സ്വാർത്ഥത എന്നുള്ളൊരു സാധനം അല്ല. ഇറങ്ങി ഇന്ദ്രജിത്ത് ഇറങ്ങി, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഇറങ്ങി. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ആള് ഇനി സിനിമ മറ്റോണം കാണാൻ, അതായത് സിനിമ കാണാൻ വേണ്ടി ചെയ്യണമെങ്കിൽ ആള് ചെയ്തു. ഇനി അല്ല എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആളത് ഇറങ്ങിയല്ല. അതൊരു വലിയ കാര്യമാണ്. ആള് കുറ്റം പറയാനായിട്ട് എളുപ്പമാണ്. ഒരാളെ കുറ്റം പറയാൻ ഏറ്റവും എളുപ്പമാണ്. ഈ കുറ്റം പറയുന്ന ആൾക്കാർ പോലും അത് ചെയ്തിട്ടുണ്ടാവില്ല. അത് മാത്രല്ല നല്ലത് പറയാനാണ് പ്രയാസം. അപ്പൊ കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ പുള്ളി അത് വെച്ചുകഴിഞ്ഞാൽ പുള്ളി ചെയ്തുകൊണ്ട് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളി ഇറങ്ങിയതുകൊണ്ട് സാധാരണക്കാരോട് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. ആളിറങ്ങിയത് കൊണ്ട് നമ്മളെന്തിനു നോക്കി നിൽക്കുന്നുള്ള സാധനമുണ്ട്. അപ്പൊ അതൊരു
പുറത്തുനിന്ന് നമുക്ക് സഹായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ സാധനം പറഞ്ഞാൽ അന്ന് ഇന്റർവ്യൂലല്ല മറ്റേ ന്യൂസിൽ പറഞ്ഞ സാധനം പറഞ്ഞാൽ നിങ്ങളുടെ ഞങ്ങളെ സിനിമയും കാണണ്ട, പക്ഷെ ഇത് സിനിമ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണേന്ന് പറയരുത്, അത് വിഷമമാണെന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ പുള്ളി അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സിനിമയാണ് തീവണ്ടി. പക്ഷെ അതൊരു നല്ല സിനിമ ആണ്, ഒരു മെസ്സേജ് ഉള്ള ഒരു സിനിമയാണ്. സിഗരറ്റ് വലിക്കരുന്നുള്ള സാധനമുണ്ട്. പക്ഷെ അതൊരു ഇങ്ങനെ ചെയ്തത് കൊണ്ട് മാത്രം ഒരാളുടെ സിനിമ മലയാളത്തിൽ ആരും ഹിറ്റാക്കിയിട്ടില്ല. മമ്മൂക്കാടെ ലാലേട്ടൻ്റെ ആണെങ്കിൽ സിനിമ പോലും സിനിമകൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അവര് ഇപ്പൊ മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ആണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അറിഞ്ഞു ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം സിനിമ ഹിറ്റ് ആവൂല. സിനിമയിൽ എന്തെങ്കിലും വേണം. സിനിമ എന്ന് പറയുന്നത് ആളെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതെനിക്ക് തോന്നുന്നത് വെച്ചാൽ സിനിമ ആരുടെയും ഒരു നെസസറി സാധനമല്ല. സിനിമ ഇല്ലാണ്ടും ആൾക്കാർക്ക് ജീവിക്കാം. പക്ഷെ നല്ല സിനിമ വന്നാൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കാണും. അപ്പൊ അത് തെളിയിച്ചൊരു പടം കൂടിയാണ് അത് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ ആളെ വരണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്രസിദ്ധ പയ്യനാണ്. അതെനിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്ക് കുറെ പേര് ഒരു വിമർശനമുള്ള തോന്നിയിട്ടുള്ള ഒരു പടമാണ്. കാരണം പുള്ളി എനിക്ക് അത്യാവശ്യം ഒരു ആക്ടർ പെർഫോമൻസ് വന്ന ഒരു സിനിമയാണ് അത്. പക്ഷെ എനിക്ക് അതിൽ തോന്നിയ കാര്യം എന്താ പറയുക, ഫസ്റ്റ് ഒക്കെ നമുക്കൊരു സെന്റിമെന്റൽ സാധനം, ഇമോഷണൽ, പക്ഷെ ആ ക്യാരക്ടർ അതുപോലെ പിടിച്ചിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് ഓൾമോസ്റ്റ് പിടിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴുണ്ടല്ലോ, സെക്കൻഡ് ഹാഫിന് ശേഷം ആള് ക്യാരക്ടറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മാറണ പോലെ ഒരു ഫീല് തോന്നി. പടം എനിക്ക് വർക്കായ ഇതാണ് ആളെ സിനിമകള് വലിയ സംഭവം ഒന്നല്ല, എന്നാ മോശമല്ല, വളരെ മോശമല്ല. ഇപ്പൊ ഒരു എവറേജ് ആയിരിക്കും ചിലപ്പോ. അങ്ങനത്തെ പക്ഷെ ഇത് റിയൽ ഇൻസിഡന്റ് എന്തോണ്, മറ്റേ എന്തോ ക്രൈം ബ്രാഞ്ച് എന്തോ ചെയ്തതിന്റെ ഒരു റിയൽ ഇൻസിഡന്റ് പടമാണ്. അപ്പൊ എനിക്കാണ് ആള് പെർഫോമൻസിൽ ആളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളത് ചെയ്തിട്ടുള്ള സിനിമയാണ്. ആള് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോ പിന്നെ വരണത് എൻ്റെ ഉമ്മാന്റെ പേര് എന്ന് പറഞ്ഞ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കാരണം അതിന്റെ കൺസെപ്റ്റ് ഭയങ്കര രസമാണ്, അന്വേഷിച്ച് നടക്കണേ. പിന്നെ ടോവിനോവും ഉർവശിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നല്ല രസമാണ്. അപ്പൊ പിന്നെ മറ്റേ ഹരീഷ് ഉള്ളൊരു കോംബോ. പിന്നെ ടോവിനോ ഡബിൾ റോളാ ലാസ്റ്റ്. അത് ആ സമയത്താണ് റിവീൽ ചെയ്യണം. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ ടോവിനോ ആപ്പായിട്ട് വരണത് രഞ്ജി പണിക്കറാണ്. പക്ഷെ കാണിക്കുന്നില്ല ആളെ. ഫോട്ടോ ലാസ്റ്റാണ് ഫോട്ടോ കാണിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉമ്മാനെ കണ്ടെത്തിയതിനു ശേഷമാണെങ്കിലും ഈ നമുക്ക് തോന്നണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശി മതി ടോവിനോട് ഉമ്മയായിട്ട് അങ്ങനത്തെ ഒരു സിങ്ക് വരും. അപ്പൊ ലാസ്റ്റ് ആവുമ്പോ ഭയങ്കര മറ്റേ കുറച്ച് ചൊറിച്ചിൽ സാധനമാണ്. പക്ഷെ എന്താ പറയാ, പിന്നെ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് നമുക്കും ഇഷ്ടാവും. മറ്റേ ടോവിനോനെ ചേർത്ത് പിടിക്കുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ പടത്തില്. പിന്നെ ചെയ്യണ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറഞ്ഞാൽ ജതിൻ രാംദാസ്, മറ്റേ എന്താണ് ജതിൻ രാംദാസ് വരും ഞാൻ പറഞ്ഞു. സപ്പോർട്ടിംഗ് ആണ്. സെക്കൻഡിൽ വന്നപ്പോ ആള് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടി. നല്ല ക്യാരക്ടർ, മറ്റേ മുണ്ടെടുത്ത് മടക്കി കുത്താനും അറിയാം, എന്താ പറയാ. അതുപോലെ മറ്റേ ഈ സാധനം ഉണ്ടല്ല, ജതിൻ രാംദാസ് വരുമെന്ന് ഞാൻ പറഞ്ഞു. ജതിൻ രാംദാസ് വന്നു ഫണ്ട് വരുമെന്ന്, അങ്ങനത്തെ പരിപാടി ഉള്ള ഒരു സാധനമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ചെറിയ പറയാനറിയാം. അപ്പൊ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിനോട് സ്ക്രീൻ ടൈം കുറവാണ്. അപ്പൊ അത്ര മിനിറ്റ് ഉള്ളൂ. അപ്പൊ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്നു. 3 മണിക്കൂർ താഴെ ഉണ്ട് പടം. അപ്പൊ അവിടെ 42 മിനിറ്റിനുള്ളൂ, അത് മതി. അപ്പൊ പുള്ളി അതിന്റെ ഇടയിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇടയിൽ കഥയ്ക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് ചെയ്യാനുള്ള പെർഫോം ചെയ്യാനുള്ളത് വന്ന ഈ ഒരു കീ ഫാക്ടർ ഉള്ള ഒരു പടമാണ് അത്. പിന്നെ വൈറസ് ഒക്കെ പോലത്തെ കുറച്ച് സിനിമ ചെയ്ത രണ്ട് ജാനറാണ്. ഉയരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്തോ ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ഒക്കെ ഉള്ളൊരു പടമാണ്. അപ്പൊ അതെനിക്ക് തോന്നി കഴിഞ്ഞാൽ അതും വൈറസിന്റെ ലുക്ക് ഏകദേശം സെയിം. എനിക്ക് ഒരേ സമയത്ത് പോയിട്ട് നല്ല ലുക്കുള്ള കളക്ടർ. അപ്പൊ കളക്ടർ എന്ന് പറയുമ്പോ നമുക്ക് ഒരു ബഹുമാനം തോന്നുന്നു. ഫസ്റ്റ് ജോസഫ് അലക്സാണ്ടർ, മറ്റേ കിങ് മമ്മൂക്ക. പിന്നെ ഒരു കിങ് ഒരു കളക്ടർ ഒരു എന്താ പവർ കാണിച്ചു വരുന്ന ഒരു സിനിമ. പിന്നെ എനിക്ക് ഇതാണ് വൈറസ് അതില് പറയണ്ടല്ലോ, എനിക്കത് ചെയ്തേ കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഇന്ദ്രത്തിനോട് പറയണ പ്രധാനമായിട്ടുള്ള കുറച്ച് തീരുമാനം എടുക്കേണ്ട സാധനം അത് ടോവിനോ ചെയ്യുമ്പോൾ ഭയങ്കര കൺവിൻസിങ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ആണെങ്കിലും ഉയരാണെങ്കിലും അതുപോലെ
നല്ലൊരു ക്യാരക്ടറുള്ള സിനിമയായിരുന്നു. എന്നുവെച്ചാൽ മെയിൻ അല്ല പുള്ളി, പക്ഷെ എനിക്ക് തോന്നുന്നു നീ പറഞ്ഞ പോലെ തന്നെ പുള്ളി എല്ലാ നല്ല സിനിമയുടെയും ഭാഗം മാക്സിമം നോക്കണുണ്ട് ആള്. അതൊരു നല്ല കാര്യമാണ്. കാരണം ആൾക്ക് സ്റ്റാർ ഡ്രിവൻ അങ്ങനെ ഒരു നടൻ വേറെ എല്ലാരും ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെങ്കിലൊക്കെ ഒരു ഇപ്പൊ ഉണ്ട് കേട്ടോ, മറ്റേ എടക്കാള് അങ്ങനത്തെ കുറച്ച്, പക്ഷെ അത് മൈന്യൂട്ടാണ് അങ്ങനത്തെ സിനിമകള്. പക്ഷെ പുള്ളി എനിക്ക് അത്യാവശ്യം പറ്റണ പോലെ ആളെ കൊണ്ട് ആൾക്ക് സ്റ്റാർ ഡ്രിവൻ പടങ്ങൾ മാത്രം നോക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൽക്കി എന്ന് പറയണത്, പക്ഷെ നമുക്കത് അങ്ങനെ ആളൊരു അങ്ങനത്തെ ഒരു ഫിലിം വേണമായിരുന്നു. അതുപോലത്തെ ഒരു പരിപാടി വന്നിട്ടില്ല. ഒരു മാസം എന്ന് പറയാനായിട്ട് ആളെപ്പോഴും ചെയ്തിട്ടില്ല. മാസം ഇപ്പൊ സ്റ്റൈലൊരു മാസ് വില്ലനാണ് പോലും, മെക്സിക്കൻ ഭാരതയാണ് പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് മാസം എന്ന് പറയാനില്ല. അല്ലല്ല, ലാസ്റ്റ് ഒരു എലമെന്റിലാണ് ഒരു എലവേഷൻ വരണത്. പക്ഷെ ഇത് ഉടനീളം ത്രൂ ഔട്ട് മാസമുള്ള ഒരു പടം വന്നിട്ടില്ല. അത് കുറെ പേർക്കൊന്നും മാർക്കായിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നിച്ചാലേ അതൊരു ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും മൊത്തത്തിലൊരു തമിഴ് ടച്ച് ഉള്ള ഒരു ആക്ഷൻ. എനിക്ക് തോന്നുന്നൊരു നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല സിംഗം അങ്ങനത്തെ പടം ഒന്നുമല്ല, പക്ഷെ ഒരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു മൂഡാണ്. ഒരു അടിക്കടി മറ്റേ എനിക്ക് തോന്നുന്നു പാട്ട് മറ്റേ ഐറ്റം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്നുള്ളൂ. പക്ഷെ എന്താ പറഞ്ഞ ഒരു അതിന് പറ്റിയൊരു കഥ, അല്ലാണ്ട് വലിയ സംഭവമായിട്ടുള്ളൊരു കഥയൊന്നുമല്ല. മറ്റേ സിഗരറ്റ് വലിച്ചു തരണത് ഫസ്റ്റ് POV കാണിച്ചിട്ട് കംപ്ലീറ്റ് പുള്ളി എനിക്ക് തോന്നുന്നു ആ ബീജം ഹുസൈൻ ബോൾട്ട് വരെ യൂസ് ചെയ്തിട്ടുണ്ട് അതീത. അപ്പൊ ആ സാധനം ഗംഭീര സാധനമാണ്. പക്ഷെ ആ സമയത്ത് അത് സുഷിനല്ല ജെക്സ് വിജയ്. അപ്പൊ അത് ആ സമയത്ത് കത്ത് നിൽക്കുന്ന എല്ലാരും തന്നെ സീനാണെങ്കിൽ തന്നെ അത് ജെക്സ് വിജയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആള് വർക്ക് ചെയ്യണ വേറെ പടങ്ങൾ അതിന് ശേഷം വന്ന പടങ്ങളിൽ റെഫറൻസ് ആയിട്ട് ഈ മ്യൂസിക് ഇടുന്നു, കട്ട് ചെയ്യണോ ഒരു എഡിറ്റേഴ്സ് ഇടുന്നു. അപ്പൊ അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയുള്ള ഒരു സാധനം. ജെക്സ് വിജയുടെ മ്യൂസിക് ഇത് ഭയങ്കര രസമാണ്. ആള് ഇപ്പൊ സുഷിനെ പോലെ ട്രെൻഡ് സെറ്റർ ഒന്നും ആവണില്ല. പക്ഷെ ചിലപ്പോ ട്രെൻഡ് ആവും. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു മറ്റേ റേണ തിയേറ്റർ ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോഴും എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു സുഷിന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, മനസ്സിലായി, ബീജം ചെയ്യുന്ന അത്രത്തോളം ആൾക്കാർ ഇത് കിട്ടുന്നില്ല. എനിക്ക് ഫീൽ ചെയ്തതാണ്. പക്ഷെ ആള് ചെയ്യുന്നതൊക്കെ സാധനങ്ങളാണ്. അപ്പൊ അതാണ് എനിക്ക് തോന്നിച്ചാൽ കൽക്കിയാണ്. അതൊരു ഔട്ടർ ടോവിനോ ഷോ എന്ന് പറയാവുന്ന പടമാണ് അത്. പിന്നെ കിലോമീറ്റേഴ്സ് ജിയോ ബേബിയുടെ പടം ടിവിയിലായിരുന്നു, ഡയറക്റ്റ് തിയേറ്ററിലേക്ക് ഏഷ്യാനെറ്റില് തിയേറ്ററിൽ വരേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല പടമാണ്. അത് ജിയോയുടെ പടത്തില് 2 പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പടം ഉണ്ട്, അത് കണ്ടിട്ടില്ല. അപ്പൊ അതിൽ ടോവിനോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പൈസ ഒന്നും മേടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പുള്ളി നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ അതിലും മറ്റേ ഫോറിനർ വന്നിട്ട് ട്രിപ്പ് പോണ പടമാണ് അത്. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ നല്ല പടങ്ങളാണ് എന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു സാധനം ഉണ്ട് ആൾക്ക്. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് ടിവിയിലായതുകൊണ്ട് എന്താ പറയാ, നമുക്കൊരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര വെച്ചാൽ ഇപ്പോൾ ഡയറക്റ്റ് OTT ഇറങ്ങണ സിനിമ പോലെ തന്നെയാണ്. തിയേറ്റർ സക്സസ് അങ്ങനത്തെ ഒരു സിനിമയായിട്ട് കൂട്ടാൻ പറ്റൂല. പക്ഷെ നല്ല സിനിമയാണ്. പിന്നെ ആണ് അതും. അത് തിയേറ്റർ റിലീസായിരുന്നു. കോവിഡിന് ശേഷമാണ് ഇറങ്ങുന്നത്. അപ്പൊ അത് പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഒരു കോവിഡിന്റെ ഇടയിൽ എടുത്ത പടമാണ്. പക്ഷെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു പടത്തിന്. ഇടി തന്നെയാണ്. പക്ഷെ ഇടിയോട് ഇടിയാണ്. പക്ഷെ പറഞ്ഞാൽ അത് നമുക്ക് ഫീൽ ചെയ്യൂല. അത് ഇടിച്ച് വെറുപ്പിക്കാനുള്ള പടത്തിന്റെ ഒരു മൂഡാണ് പരിപാടി. പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോവിനോടൊപ്പം പറയേണ്ട ഒരു ഇതാണ് അതില് മറ്റേ ഓപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ മൂന്ന് പറഞ്ഞിട്ട് അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആക്ഷൻ ആണെങ്കിലും പെർഫോമൻസിലാണെങ്കിൽ ടോവിനോടൊപ്പം പിടിച്ച് നിൽക്കണം. അപ്പൊ അതൊരു എന്താ പറയാ, അത് ഒരു ആക്ഷൻ പരിപാടി ഉണ്ട്. അതിൻ്റെ ഒപ്പം ഒരു പൊളിറ്റിക്കൽ സംഭവം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ മോശം പറയാനല്ല, നല്ലൊരു പടം തന്നെയാണ്. പിന്നെ വരണത് കാണാണ് അത് ഡയറക്റ്റ് OTT റിലീസായിരുന്നു. അതെനിക്ക് നോർമലാണ്. പക്ഷെ ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള നല്ലൊരു സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആണ് കുറച്ചും കൂടി. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മറ്റേ ടോവിനോയുടെ വൈഫായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടർ ഉണ്ട്. പുള്ളി പടം തീരുമ്പോ എല്ലാരും പൊറുക്കും. പക്ഷെ ആ പുള്ളിക്ക് ആ ഒരു ക്യാരക്ടർ മാത്രം ഭയങ്കര എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല.
അതിപ്പോ ചില കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാം എന്ന ഒരു സാധനമുണ്ട്. ചിലൊരു അങ്ങനെ പോയി ഇനി അതിനെ ഓർത്ത് മറ്റേ വിഷമിക്കണ്ടെന്നുള്ള അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അത് ഞാൻ മറ്റേ സാധനം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ ടോവിനോ ആ സമയത്തൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ആ ക്യാരക്ടർ ചിന്തിച്ചിരുന്നെങ്കിൽ എന്നുള്ള സാധനം ഉണ്ട്. അത് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ ചിലപ്പോൾ ചില സിനിമകൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ കണക്ട് ആകുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതുപോലെ തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ക്യാമിയോ ആണ് അതില്, അജയ് മറ്റേ ആ ഒരു കൊല്ലപ്പെടുന്ന കഥാപാത്രമായിട്ട്, പക്ഷെ നമുക്കൊരു സിമ്പതി തോന്നും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിലത്തെ. അപ്പൊ അത് ഞാൻ ഭയങ്കരമായിട്ട് എടുത്തു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ പടമായതുകൊണ്ട് ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ചിലപ്പോ വന്ന് ചെയ്തായിരിക്കും എന്ന് തോന്നുന്നു. ക്യാരക്ടറായിരുന്നു. പിന്നെ എടുത്തു പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആളെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പടങ്ങൾ വന്നിട്ട് പിന്നെ സൈഡ് റോൾ പരിപാടിയൊക്കെ ഒന്നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ മേജർ ഒരു സാധനം വരും എന്തായാലും. അത് മിന്നൽ മുരളി, മലയാളത്തിലത്തെ ഫസ്റ്റ് സൂപ്പർ ഹീറോ ആണ്. അത് ബേസിലായിട്ട് രണ്ടാമത്തെ പടം. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മലയാളത്തിലൊരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു സിനിമ എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിപ്പോ എനിക്ക് ആകെ ഒരു അതിലൊരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ ക്ലൈമാക്സില് ബീജം ഉണ്ടല്ലോ, ഒരു ഫീൽ ഇമോഷണൽ സാധനം പിടിച്ചിട്ടാണ്. പക്ഷെ മറ്റേ ടീസറിൽ വന്നൊരു സാധനം ഉണ്ട്, മറ്റേ പ്രതീക്ഷിക്കണം. പക്ഷെ ഇപ്പൊ വെച്ചത് മോശമല്ല, അതൊരു എന്താ പറയാ ഇമോഷണലാണ്. പക്ഷെ അത് മാച്ചാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു എലവേഷൻ പ്രതീക്ഷിക്കും, ഇങ്ങനത്തെ ഒരു സാധനം വേണമായിരുന്നു. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറെ പേര് ഈ പടത്തിന് നെഗറ്റീവ് എന്നുള്ളൊരു സാധനം ഉണ്ട്. കാരണം നമ്മൾ ഒരു സമയത്ത് റിവ്യൂവർ പറഞ്ഞിട്ടുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ മാർവലിന്റെ സിനിമകളായിട്ട് കമ്പയർ ചെയ്യണത്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമുണ്ട് ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സിനിമ മലയാളത്തിൽ പോസിബിൾ ആവോ? ആ സമയത്ത് അവരത് പുൾ ഓഫ് ചെയ്തു. പിന്നെന്ന് പറഞ്ഞാൽ അതെന്ന് കാലഘട്ടം കൂടി നമ്മൾ നോക്കണം. അത് മാർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റഡ് ഇപ്പൊ 2025 ഇത് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു പടം ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ആയിരങ്ങളില് 1980s ആ കാലഘട്ടത്തിൽ നടക്കുന്ന പടമായിട്ട് കാണിക്കുന്നത് സിനിമ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സൂപ്പർ പവേഴ്സ് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മ ഒരു മലയാളം ഇൻഡസ്ട്രിയാണ്, നമ്മളൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്. മറ്റേന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ഇൻഡസ്ട്രിയാണ്. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു മിനിമൽ ബഡ്ജറ്റിൽ നിന്ന് അങ്ങനത്തെ ഒരു പടം നമ്മൾ പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അഭിമാനിക്കാവുന്ന ഒരു സാധനമാണ്. 18 കോടിയോട് അവരെല്ലാരും തീർച്ച ക്ലൈമാക്സ് ഉൾപ്പെടെ അത് വലിയ പരിപാടിയാണ് ക്ലൈമാക്സ്. അപ്പൊ അത് അതിന്റെ ഇടയിലാണ് അവർ സെറ്റ് ഇട്ട് അത് പൊളിച്ച് കളഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു കോവിഡ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ താണ്ടിട്ടാണ് ഒരു സിനിമ പുറത്തേക്ക് വരുന്നത്. നമ്മളത് ഓഡിയൻസിനോട് അത് പറയേണ്ട കാര്യമില്ല. പടം വർക്കായോ എന്നാണ് നോക്കണ്ടേ, അല്ലാണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു പടമാണ്. ആ സിനിമ ഉണ്ടാ മതി. നമ്മളുടെ രീതിയിലുള്ള സിനിമകൾ മലയാളത്തിൽ ഫ്രഷ് ആണോ അല്ലെങ്കിൽ അതൊരു സിനിമ അത് വർക്കാവുന്നുണ്ടോ അത് നോക്കിയാൽ പോരെ. അല്ലാണ്ട് പവൻജേഴ്സ് പോലത്തെ ഒരു സിനിമ ആണെന്നുണ്ട് നമ്മൾ അത് കണ്ടാൽ മതി, അല്ലെങ്കിൽ ബേസിൽ അതെടുത്താ പോരെ. അതാണ് അതിന്റെ ആവശ്യമില്ല. അല്ല അത് ഞാൻ പറഞ്ഞ ഇപ്പൊ മലയാളത്തില് ഇപ്പൊ ഫ്രഷ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ കോൺസെപ്റ്റില് ഫ്രഷ് പടമാണത്. അതുപോലെ തന്നെ എന്താ പറയാ ആ ഒരു ജോണറിൽ ഫസ്റ്റത്തെ പടമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ രീതിയിലാണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലും അത് VFX ആണെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ ഇഷ്ടായില്ല എന്ന് പറയാനുള്ള കാരണം കൺവിൻസ് ആയില്ല എന്നുള്ള സാധനമുണ്ട്. കാരണം സ്ക്രിപ്റ്റ് വർക്കായില്ല അല്ലെങ്കിൽ സ്റ്റോറി വർക്കായില്ല എന്നൊക്കെ പറയണം. പിന്നെ ഉണ്ട് പടത്തിന്റെ മേക്കിംഗ് മോശമായി പോലെ ഇരിക്കാത്തതുകൊണ്ട് അത് ഇഷ്ടമാണെന്നില്ലല്ലോ. നമ്മ അങ്ങനെ പിന്നെ നമ്മ അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ എന്നിട്ട് പോലെ അതിലൊരു സ്യൂട്ടും പരിപാടികളൊക്കെ ഉണ്ട് ഒരു സൂപ്പർ ഹീറോ എന്നുള്ള രീതിയിൽ. അപ്പൊ ലോജിക്കല്ലാത്ത കാര്യമാണ് നാട്ടില് പ്രശ്നം നടക്കുമ്പോ. പക്ഷെ സിനിമ അത് സൂപ്പർ ഹീറോ സിനിമയാണ്. അതിൽ ആ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം മറ്റേ അവിടെ ആളുമുണ്ടും ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമ്മ തന്നെ കുറ്റം പറയും. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ആ ഒരു ബ്രേക്ക് വന്നൊരു സിനിമ. ടോവിനോടെ കരിയർ ആണെങ്കിലും അടുത്തത് പിന്നെ തല്ലുമാല അഗെയിൻ പിന്നെ ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ള നമ്മൾ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊറിയൻ സിനിമക്കുള്ള ഒരു ഫീല് നമ്മ അതിന്റെ ഉള്ളിലുണ്ട്. ആ ഗ്യാങ്ങില് നമ്മ ഒരു കാണിയല്ല, മനസ്സിലായി. ആ പ്രശ്നം നമ്മളെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നമ്മള് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയൊരു
സിനിമ. എനിക്ക് മറ്റുള്ളവർക്ക് കിട്ടിയോന്ന് അറിയില്ല, എനിക്കത് എന്നുവെച്ചാൽ എനിക്ക് ആ ഫീൽ. അല്ല എനിക്ക് തോന്നില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേൾഡിൽ നിൽക്കണ പോലത്തെ ഒരു സംഭവം ഉണ്ട് ആ പടത്തിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മറ്റേ മലപ്പുറം അങ്ങനത്തെ ഒരു ഏരിയ, എനിക്ക് കോഴിക്കോട് ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഒരു മുസ്ലിം കൾച്ചർ കൂടുതലായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു. പിന്നെ ഭയങ്കരമായിട്ട് ടോവിനോയുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള പരിപാടികളാണ്. പിന്നെ ടോവിനോ അത്രയും ഭയങ്കര ഡാൻസ് കളിക്കാത്ത ഓവർ കളിക്കാത്ത ഒരാള് ഭയങ്കരമായിട്ട് ഡാൻസ് കളിച്ചൊരു പടമാണ്. അപ്പൊ പുള്ളി അത് ഭയങ്കര എഫേർട്ട് ഇട്ട് ഫൈറ്റ് ആണെങ്കിലും രണ്ട് മേജർ ഫൈറ്റ് പരിപാടികളാണെങ്കിലും ഗംഭീരമായിട്ട് ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ഒരു സാധനം ചെയ്തിട്ടുള്ള പടമാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ആ വർഷത്തെ 2022 റിലീസാണ്. അത് മേജർ ഹിറ്റ് ആയിരുന്നു ആ പടത്തിൽ. എനിക്ക് തോന്നുന്നു ടോവിനോ പിന്നെ ഖാലിദ് റഹ്മാന്റെ പടമാണ്. അല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ ഇതിന്റെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് സ്ക്രിപ്റ്റ് മറ്റേ കംപ്ലീറ്റഡ് അല്ലാന്ന് അത് എഴുതിയിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ഡയലോഗ് മാറ്റും, പെട്ടെന്ന് ഡയലോഗ് മാറ്റും, അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ലീനിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഷൂട്ട് ചെയ്തത് ലീനിയർ എഡിറ്റ് ചെയ്ത് എനിക്ക് കേട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോ ലീനിയറായിട്ടായിരിക്കും. പക്ഷെ പക്ഷെ എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് കാണിച്ച വലിയ ഇമ്പാക്ട് ഇല്ലാത്തൊരു സിനിമയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അവര് വെച്ചിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ആ സിനിമയാണ്. മാപ്പിളപ്പാട്ട് ഇങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാന്ന് പറഞ്ഞ പരിപാടി എല്ലാ സിനിമയിലും ഒരു മറ്റേ ചവറാക്കിയതിന്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു 2018 ഫ്ലഡിന്റെ പ്രളയത്തിന്റെ പടമാണ്. അപ്പൊ കണക്ട് ചെയ്ത് എന്നുവെച്ചാൽ മലയാളികളായിട്ടുള്ളവർക്ക് എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ട്. മറ്റേ ഹെലികോപ്റ്ററിൽ മറ്റേ ലിഫ്റ്റ് ചെയ്യുമ്പോൾ സാധനം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു കറക്റ്റ് ഒരു മൊമെന്റ് ആണ്. അത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല് അത്ര എഫക്ട് കിട്ടൂല. പക്ഷെ അത് ടോവിനോ കുറച്ചുകൂടി ടോവിനോക്ക് ഒരു ടോവിനോ അത് ചെയ്യണമെന്ന് പറഞ്ഞ പടാ വെച്ചാൽ ആള് സഹായിക്കാൻ ഇറങ്ങിയതാണ് ഫ്ലഡില്. അപ്പൊ പിന്നെ ഫ്ലഡ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ മറ്റേ ജൂഡ് ആന്റണി ജോസഫാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ പുള്ളി പറഞ്ഞു നീ അത് ചെയ്യണം. എന്തുകൊണ്ട് അത് ചെയ്യാണ്ടിരിക്കുന്നു? കാരണം പിന്നെ എനിക്ക് അതിലൊരു ഇതെന്ന് വെച്ചാല് ക്യാരക്ടറിന് കൊല്ലാൻ വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത പോലെ മറ്റേ നന്നായിട്ട് നിൽക്കുന്ന ആളെ കൊല്ലണമല്ല. എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്ത് അതിന്റെ ആവശ്യകത എനിക്ക് ഉണ്ടായോ എന്ന് തോന്നുന്നില്ല. അല്ല എനിക്ക് തോന്നുന്നു ഇതിപ്പോ അതിൽ കുറച്ച് മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ടോവിനോടെയാണ്. അപ്പൊ പറഞ്ഞാൽ ഒരു ടോവിനോ ഫിലിം എന്നുള്ളൊരു പോലെയാണ് മേജർ ഏരിയയിൽ ടോവിനോക്ക് ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ടോവിനോനെ എന്താ പറയാ അന്നാ കുറച്ച് പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പൊ കൊന്നൊക്കെ പക്ഷെ ആ സാധനം വർക്കായിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പൊ പക്ഷെ പടം എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ടോപ്പ് നോച്ച് ആണ് പടം. കാരണം എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഫ്ലഡ് എങ്ങനെ കാണിക്കും, ഇപ്പൊ CG ചെയ്താൽ ഇത് മോശമാവൂലേ എന്നൊക്കെയുള്ളൊരു ഹെലികോപ്റ്റർ ഇത് ഫുള്ള് ആർട്ടായിട്ട് ചെയ്തതാണ്. അപ്പൊ അത് മലയാളത്തിൽ അങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നും കൂടി തെളിയിച്ചു. ഇപ്പൊ മിന്നൽ മുരളി പറഞ്ഞ പോലെ തന്നെ വേറെ രീതിയിൽ ഇത്രയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ഫ്ലഡ് ഉണ്ടാക്കിയത്. അപ്പൊ അതൊരു ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. പിന്നെ കണ്ടെത്തും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കഥയാണ്. അത് ഞാൻ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ OTT കണ്ടത്. എനിക്ക് പ്രേമലുവിന്റെ ഒപ്പൊക്കെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം മുങ്ങിപ്പോയി. പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇതാണ് ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ നല്ല പടമാണ്. അപ്പൊ എനിക്ക് തോന്നിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഇത് പടം കഴിഞ്ഞില്ല, ഇനി ഇതൊന്നും വല്ല കണക്ഷൻ ഉണ്ടാ. അപ്പൊ അവിടുന്ന് അടുത്തൊരു സ്റ്റോറി വന്ന് കേസ് വന്ന്. സാധാരണ എന്ന് പറഞ്ഞപ്പോ ചില സിനിമകളിൽ ഫസ്റ്റ് കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ബ്രില്യൻസ് കാണിക്കാൻ ഒരു സീൻ വെക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ കഥയ്ക്ക് കിടക്കുന്ന ത്രില്ലറിന്റെ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ട്. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജർ കേസ് അവർ കാണിച്ചു, അതിന്റെ ഒരു എൻഡും കാണിച്ചു, പിന്നെ വീണ്ടും വേറൊരു കേസ്. അപ്പൊ അത് എനിക്കൊരു ത്രില്ലർ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്തൊരു പരിപാടി. പക്ഷെ നമ്മളൊരു കൂട്ടുകാരൻ വർക്ക് ആയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഡിഫറെന്റ് എനിക്ക് ഭയങ്കര ഡിഫറെന്റ് പരിപാടിയായിട്ട് തോന്നിയത്. പിന്നെ ഉള്ള പടം എന്ന് പറഞ്ഞാൽ ARM. അതൊരു വലിയ പടമാണ്, വലിയൊരു പടമാണ്. 3 ക്യാരക്ടർ ഉണ്ട്. മണിയനാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് മറ്റേ ഭയങ്കര അക്സെപ്റ്റൻസും ഭയങ്കര ഒരു സെലിബ്രേറ്റ് ചെയ്തൊരു സാധനം മണിയനാണ്. മറ്റേ ഫസ്റ്റത്തെ ഒരു
ക്യാരക്ടറിന് ഒരു കുഞ്ഞിക്കേളു അങ്ങനെ എന്തോ അത് അധികം ഇല്ല. പിന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയുന്നതും അതാണ്. ആ ഒരു ക്യാരക്ടറിന് കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല, ഒരു ഡെപ്തും ഇല്ല, ഭയങ്കരമായിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റും ഇല്ല. പക്ഷെ പടം കുറച്ച് ചില സ്ഥലത്ത് ഫ്ലാറ്റ് ആണ് പടം. പക്ഷെ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് മറ്റേ അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പടത്തിന്റെ പേര് തന്നെ അങ്ങനെ തന്നെ, അജയന്റെ രണ്ടാം മോഷണം. ഒരു ഇമ്പാക്ട് കിട്ടിയത് മണിയനാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഹരിനായിട്ട് സംസാരിച്ചപ്പോ ഹരിക്ക് പറഞ്ഞതെന്ന് വെച്ചാല് ഫസ്റ്റ് ഡയറക്ടർ എടുക്കുമ്പോഴത്തെ ഒരു പോരായ്മകളുണ്ടല്ലോ അത് ഫീൽ ചെയ്തു. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അല്ല ഞാൻ പടം കണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഞാനൊരു ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെങ്ത് സാധനം അതൊന്നും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ് പടം. കാരണം അത്യാവശ്യം ഒരു വലിയ 3D ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലൊരു വിഷ്വലി നിങ്ങൾക്ക് ഇപ്പൊ ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് കാണും പോയിരിക്കൊക്കെ ഇഷ്ടാവുന്ന തരത്തിലുള്ള ഒരു എനിക്ക് തോന്നുന്നു 3D ആക്കിയത് അതിനും കൂടിയാണെന്ന് തോന്നുന്നുണ്ട്. അവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു വലിയ പടമായിരുന്നു. അതൊരു എന്താ പറയാ, സിനിമ ഫുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പരിപാടിയല്ല. അത് നമ്മളൊരു എന്താ പറയാ സപ്പോർട്ട് ചെയ്യണ്ട അങ്ങനത്തെ ഒരു സാധനമാണ്. എല്ലാവരും മറ്റേ ചെറിയ സിനിമ തുടങ്ങാൻ അങ്ങനെ വിചാരിക്കുന്നിടത്തുനിന്ന് ഇത് എന്തോ അത്ര വലിയ പടമായിരുന്നില്ല, അത് വലുതാക്കി ഡെവലപ്പ് ചെയ്തതാണ് അതിനെ. അപ്പൊ അതും അത്യാവശ്യം വർക്കായ പടമാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒപ്പം ഇറങ്ങി എനിക്ക് തോന്നുന്നു കിഷ്കിന്നാണ്ടാന്ന് തോന്നുന്നുണ്ട്. കിഷ്കിന്നാണ്ട. പക്ഷെ രണ്ടു പടവും എനിക്കും അതെ പേഴ്സണലി ഇഷ്ടപ്പെട്ട കിഷ്കിന്നാണ്ടാണ്. അല്ലെങ്കിൽ തോന്നുന്നു കുറച്ചും കൂടി ഭയങ്കര ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നോക്കണവരാണെന്നുണ്ടെങ്കിൽ ഏറെമ്മായിരിക്കും വർക്കാവണേ. പക്ഷെ കിഷ്കിന്നാണ്ട് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊരു കുറച്ചുകൂടി ഇമോഷണലാണ്. പക്ഷെ അതൊരു ത്രില്ലർ ഡ്രാമ എന്നൊക്കെ പറയുന്നത് എനിക്കും അതെ. അപ്പൊ പിന്നുള്ളത് നരിവേട്ടാണ്. അതും ഈ പറഞ്ഞ പോലെ എനിക്ക് കുപ്രസിദ്ധി പയ്യൻ പറഞ്ഞ പോലത്തെ ഒരു സംഭവം ഉണ്ട്. പുള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ പാവമായിട്ട് അഭിനയിക്കുമ്പോ പൊട്ടനായി പോകുന്നു. അത് ഭയങ്കര വിമർശന ട്രോളൊക്കെ ആയിട്ട് വന്ന എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ആൾക്ക് അഭിനയത്തിൽ എന്തോ ഒരു പിടുത്തം എവിടെയോ ഒക്കെ പിടിച്ച് എനിക്ക് തോന്നിയുള്ള പുള്ളിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ പുള്ളി ആ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാക്സിമം ആൾ പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. ആൾക്ക് പറ്റണ പോലെ ആ ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്തിരുന്ന ഒരു. പക്ഷെ ഇതൊരിക്കലും ഒരു മറ്റേ കമ്പാരിസൺ അല്ല നമ്മൾ പറയണേ. പക്ഷെ ചിലപ്പോ ചെയ്താൽ ചിലത് ബെറ്റർ ആവുമെന്ന് തോന്നും. ചില ക്യാരക്ടേഴ്സ് നമുക്ക് തോന്നും ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇത്ര നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നെഗറ്റീവ് പറയാനുള്ള ഒരു ഫീല് പിന്നെ പറഞ്ഞാൽ അതൊരു മറ്റേ മുത്തങ്ങ സമരം അതിന്റെ പൊളിറ്റിക്സ് അതിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു സിനിമാറ്റിക് എലമെന്റും ഉണ്ട് അതിൽ. പക്ഷെ എല്ലാം കൂടി കണക്ട് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു സിനിമയായിട്ട് വരാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കും. ടോവിനോടൊരു ഇതും കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചെയ്തിട്ടുണ്ട്, ആളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആണ് അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് പുള്ളി മെയിനല്ല ലോക ആണ് ചാപ്റ്റർ 1. അതില് മറ്റേ ചാത്തനായിട്ട് വന്നിട്ടുള്ള പരിപാടി അത് എനിക്ക് ആ ഒരു സാധനം ഭയങ്കര വ്യത്യാസമുണ്ട്. ആ പടത്തിന്ന് ഒരു മറ്റേ ഹസ്തലവിസ്ത പോലീസുകാർ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളത്. മറ്റേ കണ്ണാടിക്കുള്ളിൽ ആക്കണം മറ്റേ സാധനമില്ലേ പുള്ളി ഇങ്ങനെ ഫണ്ണായിട്ട് നടക്കണ സാധനം ഉണ്ടല്ലോ, എല്ലാവരുടെ അടുത്തും ഫണ്ണായിട്ട് നടക്കുക എന്നുള്ളൊരു പരിപാടിയിലുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വരണത് ആളുടെ സ്പിൻ ചാപ്റ്ററാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലോക ഫസ്റ്റ് ചാപ്റ്റർ 1 ദുൽഖറിനെ കാട്ടും കുറച്ചും കൂടി സ്പേസ് കിട്ടിയതും ആൾക്കാർക്ക് ഇഷ്ടമായതും എനിക്ക് തോന്നുന്നു ടോവിനോടെ ക്യാരക്ടറാണ്. ഡയലോഗ് ഇല്ല, മറ്റേ ആക്ഷൻ പരിപാടികളുള്ളൂ. പരിപാടി എല്ലാവർക്കും വർക്കാവുന്ന രീതിയിൽ നല്ല രസം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആളുടെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ. ഇതിലിപ്പോ പറയാത്ത സിനിമകളുണ്ട്, നമ്മള് കണ്ടിട്ടുള്ള സിനിമകളുണ്ട്, ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളുണ്ട്. അപ്പോ നമ്മള് ലെങ്ത് ആവും. പിന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് സിനിമകൾ നമ്മൾ സെലക്ട് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഫിലിമോഗ്രഫി കംപ്ലീറ്റ് ചെയ്ത് നമ്മളൊരു കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീവിസിറ്റ് ചെയ്താണ്. നമ്മളാളുടെ കണ്ടിട്ടുള്ള സിനിമകളൊന്ന് നമ്മുടെ ഒരു ഓർമ്മകളിൽ കൂടെ ഒന്ന് പോവുക. ആ സിനിമ കണ്ട സമയത്ത് നമുക്കുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സാധനങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇനി വരാനുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒന്ന് ലോകട ചാപ്റ്റർ 2, പിന്നെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ ആക്ഷൻ പടമാണ്.
ബേസ് ഇല്ല എന്നുണ്ട്. അത് അതിരടിയാണ്. ആദ്യമായിട്ട് അത് മറ്റേ മിന്നൽ മുരളിയുടെ റൈറ്റർ ഡയറക്ടറായിട്ട് വരുന്നത് ഇവര് ബേസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. അത് എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ റിലീസ് ഉണ്ട്. അതും ഒരു പ്രതീക്ഷയുള്ളൊരു പടമാണ് ആളുടെ. പിന്നെ ഈ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞത് മറ്റേ ഡിജോ ജോസ് ആന്റണി ജനഗണമനയുടെ ഡയറക്ടർ. എനിക്ക് തോന്നുന്നു ആക്ഷൻ പടം തോന്നുന്നു. എനിക്ക് തോന്നുന്നു മറ്റേ ഈ അയ്യപ്പനും കോശിയിൽ പറഞ്ഞ പോലെ മറ്റേ സഖാക്കളെ കൊല്ലാൻ വേണ്ടിട്ട് സഖാക്കളെ കൊല്ലാനല്ലേ പാണ്ടികളെ ഇറക്കണ അങ്ങനെ എന്തോ അല്ലേ ആ പരിപാടി പോലെ മറ്റേ പള്ളിക്കാര് കമ്മ്യൂണിസ്റ്റുകാരെ അടിക്കാൻ വേണ്ടി അങ്ങനെ എന്തോ കോൺസെപ്റ്റ് വന്ന് കേട്ടു റൂമർ പോലെ. അപ്പൊ അതൊരു വലിയൊരു വിജയാവട്ടെ. അതുപോലെ തന്നെ ലോക ചാപ്റ്റർ 2 ആണെങ്കിലും ഗംഭീര ഒരു പടമാവട്ടെ. കാരണം ഈ ഫസ്റ്റ് ചാപ്റ്റർ 1 ഒരു ഗംഭീര അക്സെപ്റ്റൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ പോകുന്ന ഒരു സിനിമ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കണം, ആഗ്രഹിക്കാം. ഒരു നല്ലൊരു ഇനി വേറെ സിനിമകൾ ഇപ്പോൾ ആള് ചെറിയ സിനിമകൾ അതിൻ്റെ ഒപ്പം ചെയ്യണതാണ്. അപ്പൊ ഇനി വേറെ സിനിമകൾ വരാനുണ്ടോ എന്ന് നമുക്കറിയില്ല, ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ സിനിമ ഉണ്ടെങ്കിൽ അതും വിജയാവട്ടെ. അപ്പൊ ഇനി കൂടുതലൊന്നും പറഞ്ഞാൽ നീട്ട് വെറുപ്പിക്കുന്നില്ല. അപ്പൊ ആൾക്കൊരു വിഷും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടൊവിനോ തോമസ്.